നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ശുപാർശ ചെയ്ത കത്ത് പുറത്തു വന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തുടക്കത്തിൽ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാർ. എന്ത് വിട്ടുവീഴ്ചയും ഈ ഒരു പ്രതികൾക്കായി ചെയ്യാൻ ഇവർ തയ്യാറായിരുന്നു. അത് കേരളം കണ്ടതാണ്. എന്നാൽ ശക്തമായ പോരാട്ടമാണ് ടി.പിയുടെ ഭാര്യയായിട്ടുള്ള കെ രമ ഇതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ ശുപാർശ ചെയ്ത കത്ത് പുറത്തായതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഇതിപ്പോൾ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. പോലീസിനോടും ജയിൽ വകുപ്പിനോടും സംഭവം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പ്രതികൾക്ക് ശിക്ഷ ഇളവിന് നീക്കം നടക്കുന്ന വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ജയിൽ വകുപ്പിൽ നിന്നാണ് കത്ത് ചോർന്നതെന്ന് ജയിൽ വകുപ്പ് DIGയും പോലീസിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് കണ്ണൂർ DIGയും അന്വേഷിക്കും. അണ്ണൻ സിജിത്ത്, TK രജീഷ്, മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ഇളവ് നൽകാനുള്ള നീക്കമായിരുന്നു പുറത്തു കൊണ്ടുവന്നത്. ഇതിനിടെയാണ് സബ്മിഷനിൽ ട്രൗസർ മനോജിന് കൂടി ഇളവിനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. കണ്ണൂർ തുറങ്കുന്ന് സ്വദേശിയും കടുങ്ങൻപായിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന മനോജിനാണ് ശിക്ഷ ഇളവ് നൽകി പുറത്തിറക്കാനുള്ള പട്ടികയിൽ 7ാമനായി ഉൾപ്പെടുത്തിയത്. 20 വർഷം വരെ ശിക്ഷ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ പ്രതികളുടെ പട്ടികയിൽ ട്രൗസർ മനോജും ഉണ്ടായിരുന്നു. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് 56 പേരുടെ പട്ടികയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയത്. സർക്കാർ നിർദ്ദേശപ്രകാരം പ്രത്യേക ഇളവ് നൽകി പ്രതികളെ വിട്ടയക്കുന്നതിന്റെ ഭാഗമായി പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു ആവശ്യം. ജൂൺ 13-നാണ് ഈ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയത്. പട്ടികയിൽ 3ാമനായി ഇടം പിടിച്ചത് ടി.പി. കേസിലെ 2ാം പ്രതി TK രജീഷ് ആയിരുന്നു. 47-48 പേരുകൾ അണ്ണൻ സിജിത്ത്, മുഹമ്മദ് ഷാഫി എന്നിവരുടേതായിരുന്നു. സംഭവം വിവാദമായതോടെ ഉദ്യോഗസ്ഥ പിഴവെന്ന് ന്യായീകരിച്ച് സർക്കാർ വിവാദത്തിൽ നിന്ന് തല ഊരിയിരുന്നു. ശിക്ഷ ഇളവില്ലാത്ത ജീവപര്യന്തം തടവിനാണ് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചത്. പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു കോടതിയുടെ വിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനു പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി എന്നതും ശ്രദ്ധേയമാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 3 പ്രതികളെ വിട്ടയക്കാനുള്ള ആലോചന ഉണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. ആകെ 59 പ്രതികളെയാണ് വിട്ടയക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. അതിൽ 3 പേർ ടി.പി. കേസിൽ ഉൾപ്പെട്ടവരാണ്. അതേസമയം 20 വർഷം വരെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി. അതിനിടെ കേസിലെ 5ഓളം പ്രതികൾക്ക് ഈ മാസം പരോൾ അനുവദിക്കുകയും ചെയ്തിരുന്നു. മനോജ്, മുഹമ്മദ് ഷാഫി, സിനോജ്, സിജിത്ത്, രജീഷ് എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാർ നീക്കം ഗുരുതരമായ കോടതി ലക്ഷ്യമാണെന്ന് കെ രമ ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും രാഷ്ട്രീയപരമായി നിയമപരമായി ഇതിനെ പ്രതിരോധിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു.